ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകമായി വണങ്ങി പാടിടാമല്ലോ. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകമായി വണങ്ങി പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ, ഓടിയോടും വാനത്തിൽ തൂക്കിയവനാ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ. ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ, ഓടിയോടും വാനത്തിൽ തൂക്കിയവനാ. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ നടത്തിയേ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി. ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ നടത്തിയേ. നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ. ഇമ്പദേശമെന്ന് ഏക്കും അവർക്കായി അൻപോടവകാശം താനരുളിയേ. നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ. ഇമ്പദേശമെന്ന് ഏക്കും അവർക്കായി അൻപോടവകാശം താനരുളിയേ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്.
വൈരിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ. കാഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ. വീഴ്ചയെന്നിയെ കാത്തോ മരിച്ചല്ലോ. വൈരിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. താൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ.
എനിക്കായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ, ഏകമായി വാഴാൻ നീ പാടിടാമല്ലോ. ഞാൻ വല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, ഞാൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഞാൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. ഞാൻ വല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, ഞാൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഞാൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. ഞാൻ വല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, ഞാൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഞാൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. ഞാൻ വല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, ഞാൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവന്. ഞാൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. Glory, glory, glory. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. Hallelujah. Oh, Rababa Shambhala. Oida Thagala Maushia Thanava. Rakhanama Sathudi Vigadagandane. Thank you, Jesus. Yes, yes. Oh, Rakhadaradaras. Thiramana Handuriya Thala Jagaushi. Oidamana Hamdare. Rakhalama Shaidama. Hikarama Sikani Adarava. Glory, 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 glory. Glory to God, Jesus. Ramana Handala. Vimana Handudi Vigalagasiaraga. Oh, Rakama Baba Shandane. Viratura Tigorama. Glory to God, Jesus. Glory to God, Jesus. Glory to God, Jesus. Oh, hallelujah, hallelujah. Thank you, Lord Jesus. Hallelujah, hallelujah. Thank you, Jesus. Thank you, Lord Jesus. We praise you, Lord. Hallelujah. Thank you, Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരു അവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നാം കടന്നു വന്ന ശേഷം ഇന്ന് രാത്രിവേളയിലും സഭായോഗമായി ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വിശുദ്ധ സഭായോഗമായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരു അവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് ഹല്ലേലൂയ സ്നേഹസ്വരൂപനായ ഹല്ലേലൂയ പുത്രന്റെ സന്നിധാനത്തിൽ നമ്മെ കൂട്ടി വരുന്ന ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകിയല്ലോ. രാത്രിവേള നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധിച്ച് ക്ഷീണിക്കുന്നവരായിട്ടല്ല, ആരാധിച്ച് ശക്തി പ്രാപിക്കുന്നവരായി, ആരാധിച്ച് ആത്മപുതുക്കം പ്രാപിക്കുന്നവരായി ഇന്ന് രാത്രിവേള തീരട്ടെ. ദൈവജനം ഇന്ന് രാത്രിവേള ആത്മാവിന്റെ പുതുക്കം അനുഭവിക്കട്ടെ. ദൈവശക്തി അധികമായി അനുഭവിക്കട്ടെ. Hallelujah, 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 hallelujah. ദൈവത്തിന് സുഗ്രാഹ്യയാഗമായി ഇന്ന് രാത്രിവേളയിൽ നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മ തീരട്ടെ. നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന, അല്ല നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ അല്ല വചനചിന്തകളെല്ലാം ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുവോ. ദൈവനാമത്തിന് മഹത്വമായി തീരുടയാകേണ്ടത് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന്, ഇത്രത്തോളം നമ്മെ സഹായിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിന്നെ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുപ്പാനിടയാകട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുറന്നടക്കുന്ന അനുഗ്രഹത്തിനായി സഹോദരന്മാരുടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. Praise you, Jesus.
प्रेज़ द लॉर्ड। स्वर्गीय पिता प्रभु जी, हम आपको धन्यवाद देते हैं, हालेलुया। इस सुंदर अवसर के लिए धन्यवाद देते हैं खुदा परमेश्वर, हालेलुया। प्रभु जी, आप हमें फिर से हालेलुया इस आलय में हमें यहाँ लेकर आए। प्रेज़ द लॉर्ड। प्रभु जी हालेलुया, आपकी आराधना हालेलुया, स्तुति और महिमा, प्रशंसा, हालेलुया, तारीफ अर्पित करने के लिए प्रभु जी फिर से हमारे जीवन में प्रभु जी आपने एक अनोखा मौका दिया, इसके लिए हम धन्यवाद देते हैं परमेश्वर, हालेलुया। प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड। स्वर्गीय पिता, हम धन्यवाद देते हैं प्रभु जी, हालेलुया। इस मीटिंग को प्रभु जी अनुग्रहित कीजिएगा खुदा परमेश्वर, शुरुआत से लेकर प्रभु जी हालेलुया अनुग्रह बोलने तक, और उसके बाद भी प्रभु जी हम सभी भाई बहनों के साथ प्रभु जी हालेलुया आपकी करुणा और दया हमारे साथ सदा होती रहे मेरे परमेश्वर। इस मीटिंग को ब्लेस कीजिएगा, मैं प्रार्थना करता हूँ स्वर्गीय पिता। आज के पूरे दिन भर में हमारे बोलने में, हमारे बात करने में, हमारे विचारों में हालेलुया, हमारी सोचों में प्रभु जी हालेलुया जो घटी हुई है प्रभु जी हालेलुया, जो गलतियां हुई है मेरे परमेश्वर, हम फिर से प्रभु यीशु मसीह के पवित्र लहू में हम क्षमा चाहते हैं। प्रभु यीशु मसीह के पवित्र लहू में हमें धो डालिए प्रभु जी, हम प्रार्थना करते हैं हालेलुया। स्वर्गीय पिता, आपकी आराधना आत्मा में और सच्चाई में हम अर्पित कर सके मेरे प्रभु जी हालेलुया। अपा प्रेज़ द लॉर्ड, हम इधर उधर ना देखकर प्रभु जी आपकी आराधना हालेलुया आत्मा में सच्चाई में अर्पित करने के लिए हमें सहायता कीजिएगा, आपके कृपा में हमें ढक लीजिए प्रभु जी। हम प्रार्थना करते हैं जितने भी भाई बहन यहाँ आए हैं, परिवार आए हैं, हमारे बच्चे आए हैं प्रभु जी, हर एक हालेलुया और व्यक्तियों के प्रभु जी उनकी आवश्यकताओं को, ज़रूरतों को प्रभु जी आप जानते हैं, और प्रभु जी आप हालेलुया हमें परख रहे हैं मेरे परमेश्वर हालेलुया, हमें जांच रहे मेरे प्रभु जी हालेलुया, हमारे की हृदयों को प्रभु जी जांचने वाले प्रभु आप हमारे बीच में है मेरे परमेश्वर हालेलुया। आपके प्रेजेंस के लिए मैं धन्यवाद देता हूँ मेरे प्रभु जी हालेलुया। हमें सहायता कीजिएगा, इस मीटिंग को ब्लेस कीजिएगा प्रभु जी हालेलुया। प्रभु जी भजन संगीता मनन करने के लिए प्रभु जी हमें सहायता कीजिएगा प्रभु जी, प्रार्थना करता हूँ हालेलुया। प्रभु जी हालेलुया बच्चों को ब्लेस कीजिएगा प्रभु जी, जब वो वचन बोले प्रभु जी वो वचन उनके हृदयों में हालेलुया छप जाए मेरे परमेश्वर, मैं प्रार्थना करता हूँ हालेलुया। प्रभु जी गवाही, अच्छी गवाही दीजिएगा प्रभु जी, और जो प्रार्थना विषय यहाँ रखेंगे उस पर प्रभु जी हालेलुया प्रार्थना करने का कृपा दीजिएगा हम सभी को प्रभु जी हालेलुया। प्रभु जी आपके अभिषक्त दास के द्वारा प्रभु जी हालेलुया वचन मनन में हमें सहायता कीजिएगा, हमारे हृदय के आंखों को खोल दीजिए प्रभु जी, हमारे हृदयों को प्रकाशित कीजिएगा प्रभु जी हालेलुया। आपके वचन को सुनने के लिए और उस पर अमल करने के लिए हमें मदद कीजिएगा, अनुग्रहित कीजिएगा प्रभु जी हालेलुया। प्रभु भोज को भी ब्लेस कीजिए प्रभु जी हालेलुया। प्रार्थना करता हूँ स्वर्गीय पिता हालेलुया, प्रेज़ द लॉर्ड। अपा हालेलुया अनुग्रहित कीजिएगा हम सभी को जिसमें भाग ले रहे हैं प्रभु जी, वो अनुग्रह का कारण बने मेरे परमेश्वर, मैं प्रार्थना करता हूँ हालेलुया। पूरे मीटिंग को प्रभु जी हालेलुया प्रभु जी आपके अद्भुत हाथों में हम समर्पित करते हैं प्रभु जी हालेलुया। प्रभु यीशु मसीह के प्यारे मीठे नाम में प्रार्थना करते हैं, सुनो और ग्रहण कर स्वर्गीय पिता, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 118 സങ്കീർത്തനം, സാം നമ്പർ 118. സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവരെന്നെ വളഞ്ഞു, അതെ അവരെന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം
നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ. ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ചേർന്ന് പാടാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയയേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയയേക്കുമുള്ളത്. കഴിഞ്ഞ കാലം നമ്മുടെ ജീവിതാനുഭവങ്ങൾ അത് നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യഹോവ നല്ലവനായിരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിവേളയിലും നല്ലവനായ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ പിന്നെ നമുക്കിടയായി തീരട്ടെ. യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ, യഹോവ ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നല്ലോ. നമ്മുടെ പുകഴ്ചകളോ നമ്മുടെ ശ്രേഷ്ഠത ഒന്നുമല്ല, ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണ. സ്തോത്രം. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇന്ന് രാത്രി വേള ജീവനോടെ ദൈവപാദപീഠത്തിൽ കടന്നു വന്നത് ദൈവജനോപകാരങ്ങൾക്ക്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾക്ക് തക്കവണ്ണം ദൈവത്തിന് പകരം കൊടുക്കുവാനാണ്. ഇന്ന് രാത്രിവേളയിൽ നമ്മുടെ ദൈവത്തിന്റെ കരകതമേ തന്നെ സമർപ്പിക്കാമല്ലോ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളും ഉപകാരങ്ങളും ഓർത്ത്, ദൈവത്തിന്റെ വിടുതലുകൾ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതകൾ ഓർത്ത് നമ്മുടെ മുഴുവനത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. സാരെ സൃഷ്ടിക്ക് മാലിക് തുമിയോ, സാരെ സൃഷ്ടിക്ക് രക്ഷക് തുമിയോ എന്നുള്ള ഹിന്ദി പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. सृष्टि के मालिक तू ही हो, सारे सृष्टि के रक्षक तू ही हो। करते हैं तुझको सादर प्रणाम, गाते हैं तेरे ही गुणगान। सारे सृष्टि के मालिक तू ही हो, सारे सृष्टि के रक्षक तू ही हो। करता है तुझको सादर प्रणाम, गाते हैं तेरे ही गुणगान। हालेलुया, हालेलुया, सृष्टि को तेरा सहारा, सारे संघर्ष से हमको बचाना।
ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. ഓടാകോരിത ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കാൻ പോവുകയാണ്. സ്തോത്രം കരങ്ങളെ അടിച്ച് ശബ്ദവീയത്തെ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കട്ടെ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമുക്ക് പാടി ഉയർത്താം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെന്റെ നിതാ. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെന്റെ നിതാ.
Jesus. യേശുവിന്റെ രക്തജയം. In the name of Jesus. Hallelujah. Hallelujah. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിവേള ജയമെടുക്കുന്നു. Hallelujah. വേദബന്ധനങ്ങളുടെ രാത്രിവേള അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടവ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ. അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രിവേള ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾക്ക് വീണ്ടും സ്തോത്രം ചെയ്യും. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന സമയം ഒരു നിമിഷം വരെ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു അനുഗ്രഹിക്കണം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നല്ല സങ്കീർത്തനം പാടി ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങളിലും ദൈവ സാന്നിധ്യത്തിന് കീഴിൽ ഞങ്ങളായിരിക്കാൻ ഇടയാക്കണം. ആത്മശക്തിയാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണം. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കടന്നു വന്നതിനേക്കാൾ ഇരട്ടി സന്തോഷത്തോടെ, ഇരട്ടി ആനന്ദത്തോടെ കർത്താവേ, രോഗങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച്, പ്രയാസങ്ങൾ മാറിയവരായി, വേദനകൾ മാറിയവരായി, ബുദ്ധിമുട്ടുകൾ മാറിയവരായി, ഞെരുക്കങ്ങൾ മാറിയവരായി, വിശാലത കണ്ട് ജനം മടങ്ങിപ്പോകുവാൻ ഇന്ന് രാത്രിവേള ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഓരോരുത്തരും വെളിപ്പെടട്ടെ കർത്താവേ. ദൈവശക്തി ഓരോരുത്തരും വ്യാപരിക്കട്ടെ. കൃപ കൊണ്ട് നിറയ്ക്കണം. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഗാന ശുശ്രൂഷകൾ നിർത്തുന്നവർ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തി ദാസന്മാരെ പിന്നെ ശക്തീകരിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കും. ഇളവിനെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ നല്ല രാത്രിവേളയിലും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ രാത്രിവേളയിൽ അറിയിക്കുന്നു. രാവിലെ സമയവും നമ്മുടെ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി. രാവിലത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് നമ്മുടെ സഭാംഗങ്ങളിൽ ചിലരും നിങ്ങൾ കുടുംബമായിട്ട് ഉദാമുള്ള ചർച്ചിൽ കടന്നുപോയി അവിടെ സംയുക്തമായി ആരാധന കൂടുവാൻ, ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം അവസരമൊരുക്കി. ഇവിടെ 5 പേർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അവസരമൊരുക്കി. ആ ശുശ്രൂഷ ചെയ്യേണ്ടതിനായി ദൈവം ഇളയവനെയും ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നന്ദി. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ ഉദാം ക്രിസ്ത ചർച്ചകളുടേതായ സ്നേഹവന്ദനം ദൈവസഭയെ അറിയിക്കുവാൻ ഓർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ദൈവസഭയ്ക്ക് കൈമാറുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, അവരുടെ ശുശ്രൂഷകളെ ദൈവം മാനിച്ച് ആദരിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ചില സഹോദരങ്ങളുടെ മാതാപിതാക്കൾ ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, സഹോദരങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയാൽ OPA സഭയുടേതായ എല്ലാവിധമായ വന്ദനങ്ങളും സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിവേള ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. 118 സങ്കീർത്തനമാണല്ലോ ഇന്ന് രാത്രിവേള നാം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായത്. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്ക് ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. അപ്പോൾ തന്നെ ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സങ്കീർത്തനത്തിൽ ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ എത്ര നല്ലവനാണെന്ന്, എത്ര വലിയവനാണെന്ന് സങ്കീർത്തനം നമ്മെ വിളിച്ചറിയിക്കുക. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ്റെ വിശ്വാസ പ്രഖ്യാപനം കൂടെ ഈ സങ്കീർത്തനത്തിൽ നടത്തുന്നതായിട്ട് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് നമുക്കറിയില്ല. സ്തോത്രം. ഇതിൻ്റെ വാഗ്ഘടനയും ഒക്കെ ഓർക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ച, വിടുതൽ ലഭിച്ച ദൈവഭക്തൻ പാടുന്ന ഒരു പാട്ടായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ സംഗീത ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുന്നു. ആദ്യത്തെ ചില വാക്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്? ദൈവം നല്ലവനാണെന്നും ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നും പറയേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തോട് ചേർന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ദൈവം നല്ലവനാണെന്ന് പറയണം? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയണം? എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം? അതിൻ്റെ ആ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളതിന് താൻ പറയുന്ന കാരണം 5-ാമത്തെ വാക്യം. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. തൻ്റെ ജീവിത അനുഭവത്തോട് ചേർന്ന് പറയുകയാണ്, ഞാൻ ആയിരുന്ന അവസ്ഥ ഞെരുക്കത്തിൻ്റെ അനുഭവമാണ്. ചുറ്റും ശത്രു വാടകോരി എന്നെ ഞെരുക്കി, ഞാൻ പൂട്ടപ്പെട്ടവനായി, കെട്ടപ്പെട്ടവനായി ആയിരുന്ന സാഹചര്യമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ഞെരുക്കത്തിൽ ഞാനായിരുന്നു. എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഞാൻ സഹിച്ചു. പക്ഷേ യഹോവ എനിക്ക് ഉത്തരമരുളി. എത്ര പേർക്ക് ഇന്ന് രാത്രിവേള പറയാൻ കഴിയും, യഹോവ എൻ്റെ ഞെരുക്കം മാറ്റി, യഹോവ എൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്തി, യഹോവ എൻ്റെ രോഗത്തിന് എനിക്ക് സൗഖ്യം തന്നു, യഹോവ എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം വരുത്തി, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്നെ വിടുവിച്ചു, അല്ലെങ്കിൽ എൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് എന്നെ ഉദ്ധരിച്ചു, മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യഹോവ എന്നെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഞെരുക്കങ്ങളൊക്കെ മാറ്റി, എൻ്റെ പ്രതിസന്ധികളൊക്കെ മാറ്റി ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടെ പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം യഹോവ എനിക്ക് വേണ്ടി വലിയ ചെയ്തു. സ്തോത്രം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ എങ്ങനെ ഈ അനുഭവത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു വിശാലതയിലേക്ക് വന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ അവന് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ, യഹോവ എന്നെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ സാമ്പത്തികമായ അനുഭവങ്ങളല്ല, എൻ്റെ കഴിവോ പ്രാപ്തിയോ അല്ല, എൻ്റെ ശ്രേഷ്ഠതകളല്ല, പിന്നെ യഹോവയ്ക്ക് എന്നോട് തോന്നിയ ദയനിമിത്തം, യഹോവയ്ക്ക് എന്നോട് തോന്നിയ കരുണ നിമിത്തം, ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തം ഞാൻ അവിശ്വസ്തനായിരുന്നു. ഞാൻ പലപ്പോഴും അവിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. പക്ഷേ യഹോവ അതൊന്നും കണക്കിടാതെ ഹല്ലേലൂയ എൻ്റെ ഞെരുക്കം മാറ്റി, എൻ്റെ പ്രതിസന്ധികളെ വിടുവിച്ചു, ഹല്ലേലൂയ എന്നെ വിശാലമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
സ്തോത്രം. ഒരു സങ്കീർത്തന ഭാഗത്ത് നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നു, 30-ാം സങ്കീർത്തനാണല്ലോ ഓർമ്മ ശരിയെങ്കിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് നീ എന്നെ സന്തോഷമെടുപ്പിച്ചു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ട ജനം മൗനമായിരിക്കാൻ പാടില്ല. സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്, വിടുവിക്കപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ മൗനമായിരിക്കാൻ പാടില്ല. വിടുവിക്കപ്പെട്ട ജനമേ നിങ്ങൾ മൗനമായിരിക്കാൻ പാടില്ല. സ്തോത്രം. ഒരിക്കൽ ഞാൻ വിലാപത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയവനാണ്. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ വിധത്തിലുള്ള ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എൻ്റെ വിലാപം എനിക്ക് എൻ്റെ ദൈവം നൃത്തമാക്കി തീർത്തു. ഞാൻ രട്ടുടുത്തിരുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ രട്ടുടുക്കുന്നത് ദുഃഖത്തിന് ഏറ്റവും അങ്ങേ അറ്റത്തെ സാഹചര്യത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ എത്തിപ്പെട്ടപ്പോൾ അതിന്റെ നടുവിൽ എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് എനിക്ക് വിശാലത നൽകി, എന്നെ രട്ട് മാറ്റി, അല്ലെങ്കിൽ എന്റെ വിലാപം മാറ്റി, അല്ല നൃത്തമാടുവാൻ, നൃത്തം ചെയ്യുവാൻ. ദാവീദ് അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തന്റെ ഭാര്യയായ മീകൾ ചോദിക്കുന്നു, നീ എന്തിനാ ഇത്രയും കിടന്ന് തുള്ളിച്ചാടുന്നത്? സ്തോത്രം. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചവനും വിടുതൽ പ്രാപിച്ചവനെ അല്ലെങ്കിൽ ദൈവത്തിന് നൃത്തം ചെയ്ത് ആരാധിക്കാനൊക്കെ ഉള്ളൂ. സ്തോത്രം. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങളും ഓർത്ത് കഴിയുമ്പോൾ അല്ല നാം ഇരിക്കുന്നിടം മറന്ന്, നാം നിൽക്കുന്നിടം മറന്ന് നമ്മുടെ ദൈവത്തെ അറിയാതെ ആരാധിച്ചു പോകും. അതിനെന്ത് വേണമെന്ന് അറിയാമോ? അല്ല, നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. സ്തോത്രം. നന്ദിയുള്ളൊരു നല്ല ഹൃദയം നമുക്കുണ്ടാകണം. എൻ്റെ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം അല്ല ഒരു കാലത്ത് നാം യോഗ്യരായിരുന്നില്ല. നമ്മുടെ പഴയകാല അനുഭവത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയേ. ഇന്ന് നമ്മുടെ പക്കലുള്ള നന്മകൾ അന്ന് നമ്മുടെ പക്കലില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ അന്ന് നമുക്കില്ലായിരുന്നു. സ്തോത്രം. നമ്മൾ ഞെരുക്കവും അല്ലെങ്കിൽ പ്രതിസന്ധികളും വിലാപവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാം, ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ അവസ്ഥകൾക്കൊന്ന് മാറ്റം വന്നാൽ എനിക്ക് സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹമായിരുന്നു. നിലവിളിച്ച് ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച അല്ല ദിനരാത്രികൾ കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവിടുന്നൊക്കെ ഉദ്ധാരണം ലഭിച്ചപ്പോ, അവിടുന്നൊക്കെ വിടുതൽ ലഭിച്ചപ്പോ, അവിടുന്നൊക്കെ ഒരു മാറ്റം വന്ന നന്മകൾ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിഞ്ഞപ്പോ അന്നത്തെ കാലമെല്ലാം മറന്നുപോയില്ലേ? പണ്ടത്തെ ആ പ്രാർത്ഥനകളില്ല, പണ്ടത്തെ ആരാധനയില്ല, പണ്ടത്തെ ഉപവാസമില്ല. ഇന്നെല്ലാം പോയി, നഷ്ടപ്പെട്ടു. കാരണം ഇന്ന് കരയേണ്ട കാര്യമില്ല, ഇന്ന് വിലപിക്കേണ്ട കാര്യമില്ല. എല്ലാം അനുകൂലമായ സാഹചര്യം. ഇന്ന് രാത്രി വളരെ കാര്യം ഓർത്തു കൊള്ളണം. നന്മ തന്ന ദൈവത്തിന് അറിയാം നന്മ തിരിച്ചെടുക്കാൻ. അന്ന് കിടന്ന് നിലവിളിക്കുന്നതിനേക്കാൾ ഇന്ന് ദൈവത്തെ അല്ല നന്ദിയോടെ ആരാധിക്കുന്നതായിരിക്കും നല്ലത്. സ്തോത്രം. ദാവീദ് പറയും, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി. സ്തോത്രം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. സ്തോത്രം. നീ എൻ്റെ രട്ടഴിച്ച് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പണ്ട് ദുഃഖമായിരുന്നു നാം ഉടുത്തിരുന്നത്, വിലാപമായിരുന്നു നമ്മുടെ ജീവിതാനുഭവം. പക്ഷേ ഇപ്പൊ ദാവീദ് പറയുന്നത് എന്താ? സ്തോത്രം. അല്ല, നീ എൻ്റെ വിലാപത്തെ ഒന്ന് മാറ്റി. ഞാൻ ദുഃഖിച്ച് തകർന്നു പോകേണ്ട ആ അനുഭവത്തിൽ, ഞാൻ തളർന്നു പോകേണ്ട തകർന്നു പോകേണ്ട ജീവിതാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അവിടുന്നൊക്കെ ഒരു ഉദാഹരണം നൽകി എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഒരിക്കൽ ഞാൻ വനാന്തരത്തിലായിരുന്നു. എൻ്റെ അപ്പൻ്റെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആത്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ എന്നെ കണ്ട ദൈവം അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളെക്കാൾ മീകളോട് പറയുകയാണ്, നിന്റെ സഹോദരങ്ങളെക്കാൾ എൻ്റെ സഹോദരങ്ങളെക്കാൾ അല്ലെങ്കിൽ എന്നിൽ ദൈവം പ്രസാദിച്ചു. ആ ദൈവത്തിന് ഇനി ഞാൻ എന്നെ തന്നെ ആ ദൈവത്തിന് മുമ്പാകെ അനാവൃതനാക്കും. നീ നിന്റെ ദാസന്മാരുടെ ദാസിമാരുടെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് നൃത്തം ചെയ്യേണ്ട കാര്യമുണ്ടോ? ദാവീദേ, നീ ഒരു രാജാവല്ലേ? നീ നൃത്തം ചെയ്തതിന് പകരം 10 പേരോട് നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ അവർ നൃത്തം ചെയ്യില്ലേ?
സ്തോത്രം. ദാവീദ് പറയും, അല്ല, എനിക്ക് നൃത്തം ചെയ്തേ മതിയാകൂ. ദൈവം എന്നോട് കാണിച്ച കരുണ ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരെയും തള്ളിക്കളഞ്ഞ് ഹല്ലേലൂയ ആരെ തിരഞ്ഞെടുക്കാതെ ഇനി ആരെങ്കിലും ഉണ്ടോ നിന്റെ മക്കളായിട്ട് എന്ന് ചോദിച്ച്, ഞാൻ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗത്തിൽ നിന്ന്, വനാന്തരത്തിൽ നിന്ന്, കാട്ടിൽ നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് എൻ്റെ മേൽ തൈലം ചൊരിഞ്ഞ് എന്നെ അഭിഷേകം ചെയ്ത് ഈ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്ന് ഈ പെട്ടകത്തിന് മുമ്പിൽ എനിക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ല, ഈ പെട്ടകത്തിന് മുമ്പിൽ എനിക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഈ പെട്ടകത്തിന് മുമ്പിൽ എനിക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ല ദൈവമക്കളെ, അല്ല ദൈവം ചെയ്ത ഉപകാരം ഓർത്താൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും? പലരും കല്ലിന് കാറ്റ് പിടിച്ചോലായിരിക്കുന്നത്. നോ, അതൊക്കെ കളയട്ടെ. അല്ല, ദൈവസന്നിധാനത്തിൽ ഹൃദയം ഒന്ന് ഉരുകട്ടെ, ദൈവസന്നിധാനത്തിൽ ഹൃദയം ഒന്ന് പകരട്ടെ. അല്ല, നമ്മുടെ കല്ലായ ഹൃദയങ്ങളൊക്കെ ഈ ദിവസങ്ങൾ മെഴുകുപോലെ ഉരുകട്ടെ. എന്തിനാ? ദൈവത്തെ ആരാധിപ്പാൻ, നന്മ ദൈവത്തെ, വിടുവിച്ച ദൈവത്തെ, ഉദ്ധരിച്ച ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ. ഓ ഹല്ലേലൂയ സ്തോത്രം. മീകളെ, അല്ല നിന്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ സഹോദരന്മാരെക്കാൾ, അല്ല നിന്റെ അപ്പനെ മാറ്റിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് എൻ്റെ കരം പിടിച്ച് അല്ലെ ആ സിംഹാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരുത്തുക. എന്നിൽ യോഗ്യത ഒന്നുമില്ലാതിരുന്നപ്പോ യോഗ്യത തന്നെ എന്നെ കൊണ്ടുവന്നപ്പോ ഈ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പാകെ എനിക്ക് എങ്ങനെ നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. എത്രയോ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും വേദനകളും നിരാശകളും, ഒരുപക്ഷെ മരിക്കാൻ പോലും തയ്യാറായ ദിനരാത്രങ്ങൾ ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന നന്ദികെട്ട ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, നന്ദികെട്ട ഹൃദയം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. സ്തോത്രം. ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ വിടുകയാണ്. ഇനി തന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. 17-ാം വാക്യം. സ്തോത്രം. പലരും പറഞ്ഞു, നീ മരിക്കും, നീ ജീവനോടിരിക്കുകയില്ല, ഇനി ഭൂമി കാണത്തില്ല. നമ്മളോട് പറഞ്ഞ എത്ര പേരുണ്ടങ്ങനെ? സ്തോത്രം. നമ്മൾ തന്നെ ചിന്തിച്ച, നമ്മൾ തന്നെ വിധി എഴുതിയ എത്രയോ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാളത്തെ പകൽവേള, രാവിലെ ഞാൻ ഓർപ്പിച്ച പോലെ, നാളത്തെ പകൽവേള എനിക്കുണ്ടാകത്തില്ല, അത് കാണാതിരുന്നാൽ മതിയായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ നേരം വെളുത്താൽ ഇരുട്ടിയാൽ മതിയെന്നും, ഇരുട്ടിയാൽ നേരം വെളുത്താൽ മതിയെന്നും, അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ എണ്ണി തള്ളി നീക്കിയ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ ഒട്ടനവധി ഉണ്ട്. മറ്റും കാണുവാൻ പലരും പറഞ്ഞു, നീ ജീവിക്കത്തില്ല, നീ മരിച്ചു പോകത്തേ ഉള്ളൂ, നീ എഴുന്നേൽക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം ഇവിടെ പ്രഖ്യാപിക്കുക, ഞാൻ മരിക്കയില്ല. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ശത്രു എന്നും പറയട്ടെ. സ്തോത്രം. ശത്രു പറയാ, നീ മരിക്കടാ, നീ രക്ഷപ്പെടത്തില്ലെന്ന്. അല്ലെങ്കിൽ മറ്റുള്ള അപ്പുറത്ത് മരിച്ചു പോകത്തേ ഉള്ളൂ, അവൻ രക്ഷപ്പെടത്തില്ലെന്ന് മറ്റുള്ളവർ പുറത്തന്നെ ഇറങ്ങി. നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നല്ലോ, എന്നെ കാണുവാൻ വരുന്നവർ പുറത്തിറങ്ങി പറയുക, അവൻ ജീവിക്കത്തില്ല, അവൻ രക്ഷപ്പെടുകയില്ല, അവൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ അല്ലെ എത്ര അനുഭവങ്ങൾ. പക്ഷേ സംഗീതക്കാരൻ പറയില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അവിടെ രണ്ട് കാര്യം പറയാം. ഒന്ന്, താൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. രണ്ട്, എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അത് വർണ്ണിക്കാനാണ് ഞാൻ ജീവനോടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവമക്കളെ നമ്മൾ ജീവനോടിരിക്കുന്നത്. അല്ല, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് പകരം കൊടുക്കാൻ. മക്കളെ അവസാനിപ്പിക്കട്ടെ. എല്ലാവരും തള്ളിക്കളഞ്ഞു, എല്ലാവരും. പക്ഷേ യഹോവ എന്നെ ചേർത്തുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ, ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, അവൻ നല്ലവനെന്ന് പാടുവാൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുറന്ന സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കുന്നു. വേഗത്തിൽ സമയത്തെ വിനിയോഗിക്കാമല്ലോ. സ്തോത്രം. ഫോർ റെസിറ്റേഷൻ അവർ ചിൽഡ്രൻ വിൽ കം ഫോർവേഡ്. ജെറോം റോബിൻ വിൽ ലീഡ് ദ സെഷൻ. Praise Jesus. Praise the Lord.
Praise the Lord. 1 John chapter 3 verse 18 and 19. Dear children, let us not love with words or speech, but with action and in truth. This is how we know that we belong to the truth and how we set our hearts at rest in His presence. Amen. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ കൂട്ടിവരുത്തിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിച്ചു. പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി. അവരുടെ യാത്രകളിൽ, സ്കൂൾ ദിനങ്ങളിലൊക്കെ, ജീവിതത്തിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് രാത്രിവേളയിലും നമ്മുടെ മധ്യേ കൂട്ടിവരുത്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ ദൈവം സഹായിക്കേണ്ടതിന്, അവർ ദൈവകൃപയിൽ നിലനിൽപ്പാൻ കർത്താവിന് പ്രയോജനമുള്ളവരായി ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ കരം നീട്ടി അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രിവേള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ ബലഹീനമായ കരങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശക്തമായ ബലമുള്ള കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ മേലും വെച്ച് അവരെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യഹോവ ഭക്തരായി, ദൈവകൃപയുള്ളവരായി, അനുസരണത്തിലും ദൈവഭക്തിയിലും അവർ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. അവയാചരിക്കുന്ന ഏവനും നല്ല ബുദ്ധിയുണ്ട് എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരായി, നല്ല ജ്ഞാനമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, ദൈവത്തിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവം കൃപ ചെയ്യും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പിതൃപുത്ര പരിശുദ്ധാത്മാവാ ത്രിയേക ദൈവത്തിൻ്റെ നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് സഭയായി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമായ യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. God bless you. All be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. സഹോദരിമാർക്ക് വേഗത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാമല്ലോ. അതിനുശേഷമായി സഹോദരന്മാർക്കും സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാവുന്നതാണ്. Praise the Lord. I praise and thank the Lord for giving this wonderful opportunity to stand in the midst of the Lord and testify His holy name. I would like to read a verse from the Bible, Proverbs chapter 9 verse 11. For by me your days will be multiplied and years of life will be added to you. God was good to me for the past 14 years of my life, and God has given me one more year in my life. I request everyone to do continue to pray for me and for my spiritual life. Amen. Praise the Lord. Praise the Lord. God has kept me safe and sound for past 12 years in my life. He has blessed my studies and everything. Please pray for me and my spiritual life. I would like to read a verse from the Bible, Psalms 91 verses 2. I'll say of the Lord, He is my refuge and my fortress, my God in whom I trust. Praise the Lord. My name is Joyla. God blessed me with one more year in my life. Numbers 6:24. The Lord bless you and keep you. Please pray for me and my spiritual life. സഹോദരന്മാർക്ക് സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധി സാക്ഷ്യം നിൽപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം ഞാനിവിടെ കടന്നു വരുവാനിടയായി. ഞാൻ അജുൻ്റെ ബ്രദറാണ്. ഡാഡി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരത്ത് ഇവിടെ നിന്ന് തിരിച്ച് ദോഹയിലേക്ക് കടന്നു പോവുകയാണ്.
പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം തന്നിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെയുള്ള ദൈവമക്കളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്നെ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് മടങ്ങി ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ശക്തമായിട്ട് പ്രിയ പൈതലിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു. പ്രതിയാൽ അതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ദൈവദാസനും കുടുംബവും കൗൺസിലും ഒക്കെയും അതുപോലെ ഇവിടെയുള്ള പല മെമ്പേഴ്സും ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങളെ വിളിക്കുകയും കുഞ്ഞിൻ്റെ ക്ഷേമ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പ്രത്യേക അവിടെ ചെന്ന് ചെക്കപ്പൊക്കെ ചെയ്യുവാനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ അവർ മരുന്നുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തിങ്ങനെ കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ അതല്ല, നിങ്ങളുടെ ശക്തമേറിയ പ്രാർത്ഥന പൈതലിന് ഒരു മരുന്ന് പോലും കൊടുക്കാതെ അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ നിങ്ങളുടെ ശക്തമേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെയും പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ കൊടുത്ത ദൈവം തക്ക സമയത്ത് അവൾക്കൊരു വിടുതൽ കൽപ്പിച്ച് പൂർണ്ണ വിടുതൽ കൽപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ സാക്ഷ്യം തരുന്നു. Praise the Lord. I praise and thank for God for my opportunity to stand in the midst once again. For the past 2 months, I was able to be here with my parents, and I had a good fellowship with everyone here. If God is willing, on Monday I will be traveling back to Kerala. Thank you for all your love and support. Please keep me in your prayers. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് ശേഷം വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഇവിടെയുള്ള ദൈവജനത്തോടു കൂടെ എൻ്റെ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിപ്പാൻ ദൈവമായ കർത്താവ് എൻ്റെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജോലിക്കാരത്തെ ഓർത്തും എന്നെ ഓർത്തും എൻ്റെ കുടുംബത്തെ ഓർത്തും ഇവിടെയുള്ള ജവദേനവും പാർശ്വം കുടുംബവും ഇതിനെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിത്താണ് ഇരുന്നു കൊള്ളുന്നത്. എൻ്റെ പേര് ബിജു ജോർജ്. ഇവിടെ പറഞ്ഞ സാക്ഷ്യ വാചകങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ പ്രിയ സഹോദരൻ ജോഷുവ വിൻസെൻ്റിൻ്റെ മാതാപിതാക്കൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരൻ അജു പണിക്കരുടെ സഹോദരൻ കുടുംബം ഇന്ന് രാത്രിയിലെ ആരാധനയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. കർത്താവ് വരുവാൻ താമസിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ പ്രിയ പിതാവ് നമ്മോട് ഒരുമിച്ച് ചില ആഴ്ചകളായി ദൈവത്തെ ആരാധിപ്പാൻ അവസരം നൽകി. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ സൺഡേ വൈകിട്ട് പ്രിയ പിതാവ് മുത്ത് പ്രിയ സഹോദരൻ ബിനു പണിക്കർ കുടുംബം ദോഹയ്ക്ക് കടന്നു പോകുന്നു. ദൈവം അവരെ സഹായിക്കേണ്ടത്, അവരുടെ യാത്രകളൊക്കെ കൂടുതൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ജെറമിയുടെ മോൾക്ക് ഒരു പുതിയ വർഷം കൂടെ ദൈവം അവളുടെ ജീവിതത്തിൽ ദാനമായി നൽകി. ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട്, പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ മറ്റു കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ അവിനാശ് കുടുംബമായി നാട്ടിലേക്ക് കടന്നുപോയി ക്ഷേമത്തോടെ ഈ കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തുവാനിടയായി. പ്രിയ പൈതലിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ദൈവം പൈതലിന് കൊടുക്കേണ്ടതിനായി പ്രിയ സാറാമോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരുമിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയ പ്രിയ സഹോദരൻ ബിജു ജോർജിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരനെ ദൈവം സഹായിക്കേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ദിവസങ്ങളായിരിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ പ്രിയ മൂത്ത പൈതൽ കഴിഞ്ഞ 1-2 മാസമായി നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് അവസരം ഒരുക്കി. കർത്താവ് വരുവാൻ താമസിച്ച തിങ്കളാഴ്ച വൈകിട്ട് അവൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവൻ്റെ തുടർന്നുള്ള ഭാവി കാര്യങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും ഇടയാകേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ തന്നെ പ്രിയ സഹോദരൻ ജോൺസ് ഫെബയുടെ ഡെലിവറി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് വിടുതൽ കൊടുത്തല്ലോ. കഴിഞ്ഞ ദിവസം അല്പമായ ശാരീരമായ ക്ലേശം പ്രിയ ഫേബ അനുഭവിക്കുവാനിടയായി. ദൈവം സൗഖ്യം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ വിടുതലിന് വേണ്ടി പ്രിയ സൗകര്യം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളുകളായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ദൈവം അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി
മാനിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യവാചകങ്ങൾ പ്രസ്താവിച്ചില്ലെങ്കിലും പലവിധമായ വിഷയങ്ങളുടെ മുഖത്ത് ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കാൻ, പ്രിയപ്പെട്ടവരൊക്കെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവകൃപ എല്ലാവരിലും പകർന്ന് ദൈവവരെ മാനിച്ച് ആദരിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. വിവിധ വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ അനുകൂലമായി വെളിപ്പെടട്ടെ. സ്തോത്രം. തീർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി വെളിപ്പെടുവാൻ, അനുഭവിച്ചറിവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെ ഏൽപ്പിച്ച് നാം ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്വർഗപിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെയും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ പരിപാലിച്ചു. സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അതിനുശേഷമായി കർത്താവ് നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ദൈവം വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അതിനുശേഷമായി കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ കൽപ്പിച്ച എല്ലാ സാക്ഷ്യ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആയുസിൻ്റെ കർത്താവെ ഒരു വയസ്സോടെ നീട്ടി നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തിൽ, അവരുടെ യാത്രകളിൽ, അവരായിരിക്കുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കാവലും പരിപാലനവും കർത്താവ് നൽകുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ജോഷുവയുടെ പേരൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ബിജു ബ്രദറിനും പ്രിയ പിതാവിനും ഖത്തറിൽ നിന്ന് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അവരുടെ എല്ലാം യാത്രയിൽ കർത്താവ് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഇവിടെ ആയിരുന്നപ്പോൾ നല്ല സമയങ്ങൾ കർത്താവ് നൽകിയതിനായി സ്തോത്രം. മടക്കി യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പറയപ്പെട്ടു. കർത്താവ് ഞങ്ങൾ പ്രിയ അവിനാശിനും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കഴിഞ്ഞ നാളുകളിൽ ആ കുടുംബത്തെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ഭാരമുള്ള വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുമ്പോൾ ദൈവം ആ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി സ്തോത്രം. പ്രിയ പൈതലിനെ ഞങ്ങളൊരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ അടിപ്പിലാൻ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം കർത്താവെ അത് ജീവനായി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ എത്ര ഭാരമേറിയതാണെങ്കിലും എത്ര മാരാരോഗമാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലും ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിലും കർത്താവെ അതിന് പരിഹാരമുള്ളതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ആ പ്രിയ പൈതലിൻ്റെ ശരീരത്തിൽ കർത്താവെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ കർത്താവെ ആ വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതകരമായ കരം ആ ഭവനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രിയ ദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദാസിനെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രിയ മകൻ കർത്താവ് ഞങ്ങളോട് ഒരുമിച്ചായിരുന്നു അവധിക്കാലം. കർത്താവെ ഇവിടെ കർത്താവ് പരിപാലിച്ചതിനായി സ്തോത്രം. താൻ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. തൻ്റെ ഭാവി വിഷയങ്ങളെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ജോൺസിനും ഫേബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ തലമുറയ്ക്കായി സ്തോത്രം. പ്രിയദാസിയെ ഞങ്ങൾ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ രോഗികളാൽ ഭാരപ്പെടുന്ന മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ അടിപ്പിനാളുടെ കരം അങ്ങ് വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യമാക്കി കർത്താവരെ ബലപ്പെടുത്തി മുമ്പോട്ട് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. മറ്റു പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവരെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. ഹൃദയവേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവരെ കർത്താവ് സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. തുടർന്നുള്ള ഞങ്ങളുടെ വിശുദ്ധ ആരാധനയെ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. ദൈവജനമായ ദൈവദാസൻ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. വചനത്തിനൊത്തവണ്ണം കർത്താവെ ഞങ്ങളെ ക്രമീകരിക്കുവാൻ, വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ എല്ലാം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മുമ്പിലുള്ള തിരുമേശയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു. കർത്താവിൻ്റെ ആ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങൾ കൃപ നൽകിയതിനായി സ്തോത്രം. അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിശുദ്ധിയോടെ കരം നീട്ടുവാനും കർത്താവെ അതിൽ ഭാഗമാക്കാവാനും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി കരയറ്റുന്നു കർത്താവെ. സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് നൽകുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇബ്രിയിൽ നിന്നൊരു സഹോദരൻ ഒരു കുടുംബമായി കടന്നു വരുമെന്ന് അറിയിച്ചിരുന്നു. ഇവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഈ രാത്രി വേളയിൽ പ്രിയ സഹോദരനോട് കുടുംബമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആ പ്രിയ സഹോദരനോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി വേള നാം ഒരുമിച്ചായിരുന്ന അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മറ്റെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദത്തിൽ വായിക്കാം. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. സംബഡി റീഡ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. കുഞ്ഞുങ്ങൾ ആരും ബൈബിൾ എടുത്തില്ലേ? എവിടെ നിങ്ങളുടെ ബൈബിളൊക്കെ? എവിടെ? ഓക്കെ, ഒരാൾ വായിച്ച്. ഇത് എസ്കേൽ ചാപ്റ്റർ 37 verse 11. താങ്ക് യു. എഹെസ്കേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ചില കാര്യങ്ങളാണ് ഈ 37-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ അസ്ഥികൾ പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്, നാം കുറിവാക്യമായി വായിച്ചത്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 12-ാം വാക്യത്തിൽ, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ട് നിങ്ങളുടെ ദേശത്തേക്ക് പോകും. സ്തോത്രം. ഈ 37-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള തിരുവചന ഭാഗമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എഹെസ്കേലിനെ കാണിക്കുന്നതായ കാഴ്ച അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്മയുടെ ദർശനം. ആ അസ്ഥികളുടെ പ്രത്യേകത, അത് ഏറ്റവും അധികം ഉണങ്ങിയിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങളായി ഈ അവസ്ഥയിൽ കിടക്കുക. ദീർഘവർഷങ്ങളായി അവർക്കൊരു മാറ്റമുണ്ടാകുന്നില്ല. ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാകാം, മറ്റേതെങ്കിലും സാഹചര്യവശാൽ അവർ മരണപ്പെട്ടതാകാം. പക്ഷേ ദീർഘവർഷങ്ങളായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഈ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും. ഇന്ന് രാത്രിവേള ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാ വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ സ്ഥിതിക്ക് ദിവസങ്ങൾ ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന്, എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല, ഞാൻ എന്നും ഇങ്ങനെ ആകത്തേ ഉള്ളൂ. പക്ഷേ അല്ല, നിങ്ങളുടെ അവസ്ഥ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ പുഷ്ടി പിടിപ്പിച്ച്, സ്തോത്രം, നിങ്ങളുടെ അസ്ഥികളിൽ മാംസം പിടിപ്പിച്ച്, ത്വക്ക് പിടിപ്പിച്ച്, ഞരമ്പ് പിടിപ്പിച്ച്, നിങ്ങളിൽ ശ്വാസം വരുത്തി ഒരു സൈന്യമായി നിങ്ങളെ നിർത്തും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ്
ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞ കാര്യം പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഭാഗം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുന്നു. വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുന്നു. സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കണമല്ലോ. സ്തോത്രം. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി എന്ന് പറഞ്ഞ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഒരു ഉദ്ധാരണവും ഞങ്ങൾക്കുണ്ടാകത്തില്ല, ഒരു മാറ്റം ഞങ്ങൾക്കുണ്ടാകത്തില്ല. ഞങ്ങളുടെ ഈ സ്ഥിതിക്ക് മാറ്റം വരികയില്ല. ഞങ്ങൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളണം. അതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ വായിക്കുന്നത് അതിൻ്റെ 4-ാം വാക്യം മുതൽ വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തി. ഈ അസ്ഥികളോട് പറയാം, നിങ്ങൾക്ക് ശ്വാസം വരുത്തുന്നു. ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ മാംസമില്ല, ത്വക്കില്ല, ആകെ ഉണങ്ങി വരണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന അസ്ഥിയോടാ പറയുന്നത്, നിങ്ങൾക്ക് ശ്വാസം വരുത്തുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ മാറ്റിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ, ഈ സ്ഥിതിക്ക് ഭേദം വരുത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ചില അവസ്ഥകളിലേക്ക് ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമെന്ന്. സ്തോത്രം. കഴിഞ്ഞ നാളുകളായിരുന്ന അവസ്ഥകളുണ്ടല്ലോ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥകളിൽ അവിടെ നിന്ന് അതൊക്കെ മാറ്റപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചിട്ട് ഉണങ്ങിയ, ശോഷിച്ച, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവസ്ഥകളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. പക്ഷേ ഇന്ന് രാത്രിവേള ദൈവത്തിന്റെ ആത്മാ വളരെ ശക്തമായി പറയുന്നു, നിങ്ങളുടെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരും. ചിലരൊക്കെ പറയാം, എൻ്റെ രോഗം മാറത്തില്ല. ചിലരൊന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ രോഗം എന്നെ കൊണ്ടേ, ഈ അസുഖം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മരിച്ചു കഴിഞ്ഞാലേ ഇതിന് മാറ്റം വരത്തുള്ളെന്ന് അല്ല. നീ മരിക്കുന്നതിന് മുമ്പ്, സ്തോത്രം, നിന്റെ ഹല്ലേലൂയ, മറ്റുള്ളവർ നീ എന്തായി തീരുമെന്നും നിന്റെ അവസ്ഥ എന്തായി തീരുമെന്നും അല്ല നീ മുടിഞ്ഞു പോകുവാൻ കാണുവാൻ ആഗ്രഹിച്ച ശത്രു അല്ല നിന്റെ നാശം കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ, അല്ല നിന്റെ നഷ്ടം കാണുവാൻ, കഷ്ടം കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ ഇന്ന് രാത്രിവേള വളരെ ശക്തമായി വിളിച്ചു പറയട്ടെ, ഇല്ല, ശത്രു വിചാരിക്കുന്നത് പോലെ അല്ല നിന്റെ ഭാവി. ശത്രു വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം. ശത്രു വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. അല്ല ഇന്ന് രാത്രിവേള വിശ്വാസത്തോടെ ഏറ്റെടുക്ക, അത് ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? അതെ, ഞാൻ ദൈവത്തിന്റെ, ദാവീദ് പറഞ്ഞ പോലെ, സംഗീതകാരൻ പറഞ്ഞ പോലെ, ഞാൻ മരിക്കയില്ല. ദൈവത്തിന്റെ ആലോചന എത്രയോ വാഗ്ദത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ, ഓ ഇനി ഇതൊന്നും കാണാൻ എനിക്ക് ആയുസ് കാണത്തില്ല. പക്ഷെ ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോടൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിവേള പൂർണ്ണമായി വിശ്വസിച്ചു. ഇല്ല, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് നിവർത്തി വരും. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുന്നവൾ ഭാഗ്യവാൻ. അങ്ങനെ വിശ്വസിക്കുന്നവൾ ഭാഗ്യവതി. അതെ, ദൈവത്തെ വിശ്വസിക്കുന്നേ. പലപ്പോഴും നമുക്ക് ദൈവത്തെ വിശ്വാസമില്ല, ദൈവത്തിൻ്റെ ആലോചന വിശ്വാസമില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വാസമില്ല. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു പോകുക. അല്ല, ഇന്ന് രാത്രിയുള്ള ഉറപ്പായി വിശ്വസിക്കുക, എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും? പൗലോസ് പറയുന്ന അതേ കാര്യം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവം, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ദൈവം, എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ കഴിവുള്ള ദൈവം, എൻ്റെ തലമുറ വിഷയത്തിൽ ഇടപെടുവാൻ കഴിവുള്ള ദൈവം, എൻ്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്ക്, എൻ്റെ വരണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക്, ഹല്ലേലൂയ, ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥകൾക്ക്, ഞാൻ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ രോഗം മാറുമെന്ന് വിശ്വസിക്ക, എന്റെ പ്രശ്നം മാറുമെന്ന് വിശ്വസിക്ക, എന്റെ പ്രതിസന്ധികൾക്ക് മാറ്റം വരുമെന്ന് വിശ്വസിക്ക, എന്റെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിക്ക, എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിക്ക. അല്ല, ദൈവത്തിന്റെ ആലോചന ശക്തമായി വിളിച്ചു പറയുമ്പോ അപ്പുറത്തുനിന്ന് പിശാച് പറയാ, ഇല്ല നീ ഇത് കാണത്തില്ലെന്ന്. അല്ല, പിശാചോട് പറ, അതെ
Ramana Handana Tigalama Chudama Negotia Tigalama Arthamanaga Tigalama Shandare Anajar Kanum Yanadan Kanum and we are Sajar Kanum and a Silicon Panamaru and a Mutamatabarum Shubala Baba Sikania Thira Thara Thara Thira Thura Bara Bara Bosha Vishwasatona Dharadiche Vishwasatona Tanita Nida Sushki Chavastaka of a Mata Maritan Bogia Horaba Shantana Dialagadagasi Halendin Unangirkan അവസ്ഥകൾക്ക് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഹല്ലേലൂയ അതെനിക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല അതെന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയില്ല അതെനിക്ക് അനുഭവിപ്പാൻ കഴിയുകയില്ലെന്ന് നീ പറയുന്നെങ്കിൽ ആ വിശ്വാസത്തിന്റെ ആത്മാവിനെ ദുഷ്ട ആത്മാവിനെ ശാസിച്ചു കള അസ്ഥികൾ പറയുക ഇനി ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല പക്ഷെ അസ്ഥിയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ സ്തോത്രം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ അല്ല നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല നിങ്ങൾ പറയുന്ന ചില അത്ഭുതങ്ങൾ ചില നന്മകൾ ചില ദൈവപ്രവർത്തികൾ ഹല്ലേലൂയ നീ കാണും ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ ഈ അസ്ഥികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുമിച്ച് കിടക്കുകയല്ല ബന്ധം പെട്ട് കിടക്കുക ചിതറിക്കിടക്കുക ഇന്ന് രാത്രിയുള്ള ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം ചിതറിക്കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് ബന്ധം വിട്ട് കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഹല്ലേലൂയ ആർക്കും കൂട്ടിച്ചേർപ്പാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും പരിഹരിപ്പാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും ഹല്ലേലൂയ സ്തോത്രം അതിന് പരിഹാരം വരുത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ സ്ഥിതി ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ബന്ധം വിട്ട് ഹല്ലേലൂയ വിച്ഛേദിക്കപ്പെട്ട് അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രിവേള ശക്തമായി ദൂത് വിളിച്ചു പറയട്ടെ നിന്നെ കൂട്ടിച്ചേർത്തുന്ന ഒരു ദിവസമുണ്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുക സ്തോത്രം നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില അനുഭവങ്ങൾ ചിതറിക്കിടക്കുന്ന ചില അനുഭവങ്ങൾ അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ അതിന് മാറ്റം വരുത്താൻ പോകുക എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും അത് എന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക എവിടൊക്കെയോ ബന്ധം വിട്ട് കിടക്കുന്ന അല്ല ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഐക്യത നഷ്ടപ്പെട്ട് കിടക്കുന്ന അല്ല സ്നേഹം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ അവസ്ഥകൾക്ക് ഈ ദിവസങ്ങൾ തമ്പുരാൻ മാറ്റം വരുത്താൻ പോകുക അല്പസമയം വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഒന്ന് ആരാധിച്ച് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവർ ഇന്ന് രാത്രിവേള ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്നവർ നിന്റെ ഉണങ്ങിയ അവസ്ഥ മാറ്റുവാൻ കഴിയുന്നവർ ബന്ധം വിട്ട് കിടക്കുന്ന അവസ്ഥകൾ മാറ്റുക ഹല്ലേലൂയ നിന്റെ തലമുറകളെ ചിതറിച്ച് കളയുന്നു നിന്റെ കുടുംബത്തെ ചിതറിച്ച് കളയുന്നു നിന്റെ നാടിനെ ചിതറിച്ച് കളയുന്നു ചില അനുഭവങ്ങൾക്ക് ഈ ദിവസം ദൈവം മാറ്റം വരുത്താൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്റെ ബന്ധം വിട്ട് കിടക്കുന്ന അനുഭവങ്ങൾ അല്ല തലമുറകളെ ചിതറിച്ചിരിക്കുന്ന അനുഭവങ്ങൾ അല്ല കുടുംബത്തെ ചിതറിച്ചിരിക്കുന്ന അനുഭവങ്ങൾ Oh Rabba Baba Bashandane Rikabala Bashauda Balabasia വളരെ ശക്തമായി ഇത് വിളിച്ചു പറയുക നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഈ ദിവസങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുക നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഈ ദിവസങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുക ഇത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഹസ്തികളോട് വിളിച്ചു പറയാതെ ഹസ്തികളെ ഇവിടെ ആ ശബ്ദ വചനം കേൾപ്പി ഈ ദിവസങ്ങളെ വചനം കേൾപ്പാൻ കാതുകളെ തുറക്കട്ടെ വാഗ്ദത്തങ്ങൾ കേൾക്കുക ഓ റബാ ഹൗഷറ യെസ് ദൈവശക്തി വ്യാപരിക്കട്ടെ ബന്ധം വിട്ട് പോയതൊക്കെ തിരിച്ചു വരട്ടെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ഓ റബാ ബാബാ ശാന്തരിയ ധരബല ഹൗഡബല വശബല അധികാരമുള്ള നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തിരിച്ചു വരട്ടെ ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
എത്ര പഴക്കം ചെന്നതാണെങ്കിലും അസ്ഥികൾ ഉണങ്ങി ഒരു പക്ഷെ പൊടിയുന്ന അനുഭവങ്ങളിലേക്ക് ആയിക്കൊള്ളട്ടെ. പക്ഷെ തമ്പുരാൻ പറയുന്നു, ഇല്ല, നിന്നെ കുഴിയിൽ നിന്ന് ഞാൻ കയറ്റും. സ്തോത്രം. നിന്റെ കുഴികളെ ഞാൻ തുറക്കും. ശത്രു കുഴി വെട്ടി മൂടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഹല്ലേലൂയ, ശത്രു കുഴി വെട്ടി മൂടിയിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, ഒന്നുകൂടെ ഞാൻ പറയാം, ശത്രു കുഴി വെട്ടി മൂടിയിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കുഴികളെ തുറന്നു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. രാത്രി വേള വിശ്വസിക്കാൻ കഴിയും, ഒന്നേറ്റെടുക്കാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഏറ്റെടുത്താൽ അതിൻ്റെ അർത്ഥം അത് സംസാരിക്കുന്നത് അല്ലെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിൻ്റെ പുറകിലൊരു വിടുതലുണ്ട്. സംശയമില്ല, ഒരു വിടുതലുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്നേ. ദൈവത്തോളം ശക്തി ദൈവത്തിന്റെ വചനത്തിനുമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ വചനമായി അവരെ സൗഖ്യമാക്കും. സ്തോത്രം. ഞാൻ അവരുടെ കുഴികളെ തുറന്ന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. Praise Jesus. ഒരസുഖമില്ല, പക്ഷെ പറയാം എനിക്ക് രോഗമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ദുഃഖവാർത്ത കേട്ടത്, ഒരു സഭയിൽ ഒരു സഹോദരി തനിയെ വിശ്വാസം വന്ന, അവർക്ക് ഭയങ്കര ആധി, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ക്യാൻസറാ. ടെസ്റ്റ് ചെയ്തപ്പോഴും അവർക്ക് ക്യാൻസറില്ല, ഒന്നുമില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ക്യാൻസറാ. കൂടെ ആരും വിശ്വാസത്തില്ല, അവർ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം കേട്ട ദുഃഖവാർത്ത, അവൾ ആത്മഹത്യ ചെയ്തു. സ്വസ്ഥതയില്ലാതെ അവളുടെ ഹൃദയത്തെ പിശാച് കവർന്നെടുത്തിട്ട് അവൾ ആത്മഹത്യ ചെയ്തു എന്ന് ഇന്ന് രാത്രി വേള ശക്തമായി വിളിച്ചു പറയാം. പിശാച് നിങ്ങളോട് പലതും പറയും. പിശാച് നിങ്ങളോട് പലതും പറയും. ഇല്ല, നടക്കത്തില്ലെന്ന് പറയും. ഇല്ല, ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവിക്കത്തില്ല, ഈ രോഗം എന്നെ നശിപ്പിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കും. നോ, അവിടെ വിരാമം കുറിക്ക്. ഇന്ന് രാത്രി വേള അതിന് വിരാമം കുറിക്ക്. ഇല്ല, ഞാൻ മരിക്കത്തില്ല. അല്ല, ജീവനോടിന്റെ യഹോവയുടെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് വരെ. യെസ്, ദൈവത്തിന് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് വരെ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ എന്നിൽ നിറവേറപ്പെടുന്നത് വരെ ഈ രോഗത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അസ്ഥികളോട് വിളിച്ചു പറയുക, നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഈ അസ്ഥികൾക്ക് സമാനമായി ആരെങ്കിലും ഇന്ന് രാത്രി വേള ഇവിടെ ആയിരിക്കുന്നെങ്കിൽ വളരെ ശക്തമായി പറയട്ടെ, ഇല്ല, നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകൾ മാറ്റാൻ പോവുക. നിങ്ങളുടെ ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറ്റാൻ പോവുക. പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്ഥികളുടെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുക. സ്തോത്രം. അല്ലെങ്കിൽ നിർമൂലമാക്കുമെന്ന് അല്ലെങ്കിൽ വാദിക്കുന്ന ദുഷ്ടന്റെ വാദഗതികളുടെ മേൽ ഇന്ന് രാത്രിവേള ദൈവത്തിന്റെ വചനം പറയുന്നു, ഇല്ല. ഇന്ന് രാത്രിവേള നമുക്ക് വിശ്വസിക്കാം, നമുക്കൊന്ന് ഏറ്റെടുക്കാം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വിരാമം കുറിക്കുക. ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പറയാം, അതേ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിവേള എത്ര പേര് ദൈവത്തോട് പറയും, അതേ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്നും, അല്ലെങ്കിൽ ഈ അസ്ഥികൾ ജീവിക്കുമെന്നും, ബന്ധം വിട്ടുകിടക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരുമെന്നും, അല്ലെങ്കിൽ ശത്രു അപ്പുറത്ത് നിന്ന് നിനക്ക് നന്മ തരത്തില്ലെന്ന്, നിനക്ക് അവകാശം തരികയില്ലെന്ന് ശത്രു വാദിക്കും. അല്ലെങ്കിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രിവേള ഞാൻ ശക്തമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇല്ല, നിങ്ങളെ അടഞ്ഞിരിക്കുന്ന അവസ്ഥകളെ, ഉദരങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം തുറക്കാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നേ. അവിശ്വാസത്തിന് കണിക പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണർന്നു വരും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങൾ അടഞ്ഞിരിക്കുന്നവ തുറന്നു വരട്ടെ. ബന്ധം വിട്ട് കിടക്കുന്നത് ബന്ധം ചേർന്ന് വരട്ടെ. ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. അസ്ഥികളുടെ മേൽ മാംസം പിടിക്കട്ടെ. അസ്ഥികളുടെ മേൽ ഞരമ്പും ത്വക്കും പൊതിയട്ടെ. ജീവനുള്ള ദേഹിയായി തീരട്ടെ. അത്ഭുതം ദേശം കാണട്ടെ. ദൈവസഭ അത്ഭുത
സ്തോത്രം. നാം അത്ഭുതം കണ്ട ജനമാ, ദൈവപ്രവൃത്തി അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളാ. പക്ഷേ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, കൃപ നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുക, കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രി വേള ഒരു തീരുമാനമെടുക്കുക. അതേ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരും. എൻ്റെ പണ്ടത്തെ ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി വരും. നമുക്ക് പറഞ്ഞ പോലെ പണ്ടത്തെ പോലൊരു നല്ല കാലം എനിക്ക് തരണമേ. ഇന്ന് രാത്രി വേള ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ആരും തയ്യാറാകും? പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടത്തെ പോലൊരു നല്ല കാലം എനിക്ക് തരണമേ. ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കേൾക്കപ്പെട്ട വചനോപാകം നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ വചനം സത്യമാണ്, അങ്ങ് സത്യമാണ്. അങ്ങയ്ക്ക് ഹല്ലേലൂയ ശക്തി ഉള്ളതുപോലെ അവിടുത്തെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിവേള എനിക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിവേള എനിക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രമെന്ന് വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രിവേള തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി തീരട്ടെ. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകട്ടെ. അതേ, ദൈവത്തിൻ്റെ കരുതൽ ദൈവജനം അനുഭവിച്ചറിവാൻ ഇടയാകട്ടെ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് ഇവരെ ഈ വചനങ്ങളാൽ ആശീർവദിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യെശയ്യാ പ്രവാചകൻ പ്രവചന ദൃഷ്ടിയിൽ യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി. ഇങ്ങനെ വായിക്കുന്നത്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യവും ഇല്ലാത്തവനായി തീർക്കപ്പെട്ടു. എന്തിനാ? സ്തോത്രം, നമുക്ക് സൗന്ദര്യം നൽകുവാൻ, സ്തോത്രം നമുക്ക് രൂപഗുണം നൽകുവാൻ, സ്തോത്രം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാണുന്നവരൊക്കെ തലകുലുക്കി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മുടെ കർത്താവ് ഇതെല്ലാം ഏറ്റെടുത്തു. നിന്ന സഹിച്ചു, പരിഹാസം ഏറ്റെടുത്തു, തുപ്പലേറ്റെടുത്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ആ ദൈവസ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഗെത്സമന മുതൽ കാൽവരി ക്രൂശ് വരെയും നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവങ്ങൾ, കഷ്ടാനുഭവങ്ങൾ ഓർക്കട്ടെ. അവൻ ഹല്ലേലൂയ വീണും എഴുന്നേറ്റും പച്ചപ്പൈൻ മരക്കുരിശ് എടുത്തുകൊണ്ട് ഹല്ലേലൂയ കാൽവരി കുന്നിലേക്ക് കടന്നു പോവുകയാണ്. അവന് തനിയെ എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഹല്ലേലൂയ തകർക്കപ്പെടുവാനിടയായി. അവൻ്റെ ശരീരത്തെക്കുറിച്ച് ഹല്ലേലൂയ നാം ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: എൻ്റെ ശരീരം മുഴുവൻ ഉഴവ് ചാലുപോലെ കീറി, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണം. അല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാ? അല്ല, എൻ്റെ മുതുകുഴവ് ചാലുപോലെ കീറി, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണം. ഹല്ലേലൂയ, സ്തോത്രം. അത്രമാത്രം നമ്മുടെ കർത്താവ് വിരൂപനായി തീരുവാനിടയായി. വഴി പോകുന്നവരൊക്കെ കണ്ട് പരിഹസിച്ച് കടന്നു പോകുക, തലകുലുക്കിക്കൊണ്ട് പോകുക. സ്തോത്രം. വൈദ്യ, നീ നിന്നെ തന്നെയും ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്കുക. എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, പരിഹാസങ്ങളാണ് അവൻ ഏറ്റത്. എന്തിനു വേണ്ടി? നമ്മുടെ പരിഹാസങ്ങളെ മാറ്റുവാൻ, നമ്മുടെ നിന്ദകളെ മാറ്റുവാൻ, നമ്മുടെ ആക്ഷേപങ്ങളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. ആ സ്വയമേ അതെല്ലാം ഏറ്റെടുക്കുന്നു. ആ ദൈവസ്നേഹത്തെ, ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ വിധിക്കപ്പെട്ടവനായി ഹല്ലേലൂയ യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞ് ബറബ്ബാസിനെ ഏറ്റെടുത്തിട്ട് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അവനെ അടിച്ചു മുറിവേൽപ്പിച്ച് ശരീരം മുഴുവൻ വലിച്ചു കീറി, ഹല്ലേലൂയ, അവൻ്റെ രക്തം മുഴുവൻ ധാരധാരയായി ഒഴുക്കപ്പെട്ട് അവൻ നടന്നുപോയ വീഥികൾ മുഴുവൻ അവന്റെ രക്തത്തുള്ളികൾ വീണ്, ഹല്ലേലൂയ, അവൻ തളർന്നു വീണ് പച്ച പൈൻ മരക്കുരിശ് അവന് ചുമലിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവനെ ഗോൽഗോഥ വരെ നടത്തിച്ചു. അവൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവന് നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, പച്ച പൈൻ മരക്കുരിശ് തോളിലേറ്റിയവനായി അവൻ വീണും എഴുന്നേറ്റ് അല്ലെ കടന്നു പോകുന്ന ആ കാഴ്ച നമ്മുടെ കണ്ണുകളാൽ ഒന്ന് ഭാവനയിൽ കാണട്ടെ. നമ്മൾ ചുമക്കേണ്ട ക്രൂശ് നമുക്ക് വേണ്ടി അവൻ ചുമന്നു. സ്തോത്രം. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചു. ഇങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നത്, അവന്റെ തലയിൽ അടിച്ചിറക്കിയ
മുൾക്കിരീടത്തിൽ ഒരു മുള്ള് വന്ന് തറച്ചിട്ട് തൻ്റെ കണ്ണ് തൂങ്ങിക്കിടന്നു എന്ന സ്തോത്രം. അത്രമാത്രം വേദന, അത്രമാത്രം കഷ്ടത, ക്രൂരത നമുക്ക് വേണ്ടി സഹിച്ച ആ ദൈവത്തെ നമുക്കൊന്നുകൂടെ മഹത്വപ്പെടുത്തുവാൻ, സ്നേഹിപ്പാൻ നമുക്കിടയായിട്ട് കർത്താവിന്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുമ്പോട്ട് കടന്നു വരാം. പ്രിയ സഹോദരന്മാർ, പാട്ടിന്റെ ചില ചരണങ്ങൾ പാടാമല്ലോ. സ്തോത്രം. ഇത്രമാം സ്നേഹം